ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ആണവ ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടക്കും. ഒമാനാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കുന്നത്. സമാധാന ശ്രമത്തിനിടയിലും പശ്ചിമേഷ്യയിൽ അമേരിക്ക സൈനിക സന്നാഹം വർദ്ധിപ്പിക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. റോയിട്ടറിലൊരു വാർത്ത വന്നിട്ടുള്ള മധു, ഇന്ന് ജന്മദിനമാണെന്ന്. 52 വയസ്സായി. കേക്കിനുള്ള പൈസയെക്കാട്ടിലും മെഴുതിരി വാങ്ങിക്കാനുള്ള പൈസ കൂടുന്നു. പക്ഷെ അല്പം പൈസ മുടക്കി ഞാനൊരു പ്രായവും പക്വതയും കാണിക്കുന്ന ഒരു ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ കളറ് അതിന്റെ സിമ്പിളാണെന്നാ പറയുന്നത്. ഈ അമേരിക്കയിൽ കരിങ്കൊടി ഉയർന്നോ? ഇല്ല സാർ, ഉയർന്നിട്ടില്ല. നന്നായി. എന്തായാലും ജന്മദിന ആശംസകൾ. മധു ഒരു 100 കൊല്ലം കൂടെ ജീവിച്ച് എക്സ്പീരിയൻസ് ചെയ്യൂ ജീവിതം എന്താണെന്ന്. അപ്പോഴത്തേക്ക് വരും. മധു കടന്നു പോയാലും മറ്റൊരു മധു ഈ ഭൂമിയിൽ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു. അപ്പോൾ വാർത്തയിലേക്ക് ഈ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, അമേരിക്ക ഇറാൻ തമ്മിൽ ഉള്ള ചർച്ചകൾക്ക് മുന്നോടിയായി നിരവധി സൈഡ് ലൈൻ ചർച്ചകൾ നടക്കുന്നു. പ്രത്യേകിച്ച് UN ആണവ നിരീക്ഷക സമിതി അധ്യക്ഷനുമായിട്ട് ഇറാന്റെ വിദേശകാര്യ മന്ത്രി ഇന്നലെ ചർച്ചകൾ നടത്തുകയുണ്ടായി. അതേസമയം ഇറാനുമായിട്ട് ഒരു കരാറിലെത്തുന്നത് വളരെ പ്രയാസകരമാണെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ ഇറാനുമായിട്ട് ഒരു ഡീലിന് അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയ പ്രതീക്ഷകളൊന്നും വേണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇറാനുമായിട്ട് ഒരു യഥാർത്ഥ കരാറിൽ എത്തുക എന്ന് പറയുന്നത് ആർക്കും ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ജിയോ പൊളിറ്റിക്കൽ ഡിസിഷൻസ് തീരുമാനങ്ങളല്ല അവിടെ നടക്കുന്നത്, മതപരമായ തീരുമാനങ്ങൾ, അതായത് തിയോളജിക്കൽ ഡിസിഷൻസ് കൈക്കൊള്ളുന്ന പുരോഹിതന്മാരാണ് മറുവശത്ത് അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരുന്നെന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞു വെക്കുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ശക്തി പ്രകടനം തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു അറ്റാക്ക് ഉണ്ടായാൽ ലോകത്തിന്റെ എണ്ണക്കുഴൽ എന്നാണ് ഈ കടലിടുക്കിനെ അറിയപ്പെടുന്നത്. അത് അടച്ചു പൂട്ടുമെന്നുള്ള ഒരു വാണിംഗ് ആണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിച്ചാൽ ലോകത്തെ മൊത്തം ഇന്ധന വിതരണത്തിന്റെ ഏതാണ്ട് 1/5 തടസ്സപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് മാത്രമല്ല, ദക്ഷിണ ഇറാനിലെ പാഴ്സ് എക്കണോമിക്കൽ സോണിൽ, ഇതൊരു സ്പെഷ്യൽ എനർജി സോണാണ്, അവിടെ ഇന്നലെ അതിശക്തമായ ഒരു കെമിക്കൽ ഡിഫൻസ് ഡ്രില്ല് ഇറാൻ സംഘടിപ്പിച്ചു. അതായത് ഈ പാഴ്സ് സോണിൽ ഉണ്ടാകാൻ ഒരു രാസായുധ ആക്രമണങ്ങളോ അല്ലെങ്കിലുള്ള അപകടങ്ങളോ ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ ഉദ്യോഗസ്ഥർ വന്ന് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഒമാന്റെ മധ്യസ്ഥതയിലാണ് ജനീവയിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തരായ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ട്രംപിന്റെ മരുമകനായ ജാർഡ് കുഷ്ണറും ഇറാൻ അധികൃതരുമായിട്ട് ഇന്ന് ചർച്ച നടത്തുന്നത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഗ്ചി ചർച്ചകളിൽ പങ്കെടുക്കാൻ ജനീവയിൽ എത്തിയിട്ടുണ്ട്. ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നുള്ള നിലപാടിലാണ് ഇറാൻ. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതിയും അതുപോലെ മിസൈൽ പരീക്ഷണങ്ങളും പൂർണ്ണമായി തടയണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഒട്ടും പിന്മാറാൻ അമേരിക്ക തയ്യാറല്ല. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ അതിശക്തമായ സൈനിക നീക്കം നടത്താനാണ് വൈറ്റ് ഹൗസിന്റെ തീരുമാനം. അതുമാത്രമല്ല, ഈ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വ്യോമ നാവിക യുദ്ധത്തിന് അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് റോയിട്ടേഴ്സ് പോലുള്ള മാധ്യമങ്ങൾ ഈ സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവർ കിട്ടിയ റിപ്പോർട്ടുകളിലൂടെ പറയുന്നത്. അതുമാത്രമല്ല, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ രണ്ടാമത്തെ ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് കൂടി ഈ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല, ഇറാന്റെ സുരക്ഷ അതുപോലെ ഭരണ കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യം വെച്ചുള്ള സൈനിക നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവ് ലഭിച്ചാൽ ഉടൻ സൈനിക നടപടി ആരംഭിക്കുവാൻ പെന്റഗണ് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.